everyone, welcome to my YouTube channel. ഞാൻ രാജി മാത്യു. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് നല്ലൊരു എഗ് ബുർജിയാണ്. വീഡിയോ എല്ലാവരും കാണണം. വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യേണ്ടവർക്ക് നല്ലതാണ്, ഒത്തിരി നല്ലതാണ് എഗ് ബുർജി. അതെങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയിൽ കൂടി കാണിക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എഗ് ബുർജിയാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു എഗ് ബുർജിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വെയിറ്റൊക്കെ കുറയ്ക്കേണ്ടവർക്ക് ഒത്തിരി പ്രയോജനകരമാകും ഈ വീഡിയോ എന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 3 മുട്ട, 1 സവാള, കുറച്ച് മല്ലിയില, 4-5 തക്കാളി, അതിൽ 3-4 പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. തക്കാളിയും പച്ചമുളകും മല്ലിയിലയും എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ കൃഷി ചെയ്തെടുത്തതാണ്. രാസവസ്തുക്കളൊന്നും അടങ്ങാത്ത പച്ചക്കറിയാണ്. ഇതുപോലെ നിങ്ങൾക്കും വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് എടുക്കുവാൻ സാധിക്കും. ഇനിയും നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചൂടായ പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം. അതിൻ്റെ പച്ചപ്പൊക്കെ മാറിക്കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ. അടുത്തതായി ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾ പൊടിയാണ്, 1/4 ടീസ്പൂണ്. ഇത് ഇൻഫ്ലമേഷനെയും അതുപോലെ ആർത്രൈറ്റീസിനെ, അലർജീസിനെ ഒക്കെ തടയാൻ കഴിവുണ്ട്. 1/2 ടീസ്പൂൺ പെപ്പറാണ് അടുത്തതായി ഇട്ട് കൊടുക്കുന്നത്. പെപ്പർ എന്ന് പറഞ്ഞത് ഗുഡ് ന്യൂട്രീഷനാണ്. ഓൾ ദ വിറ്റാമിൻസ് അടങ്ങിയതാണ്. അതുപോലെ തന്നെ ലോ കലോറിയുമാണ് പെപ്പറിലുള്ളത്. ഇനി നമ്മൾ അതിലുള്ള വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം 1 മിനിറ്റ്. ഇതുപോലെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം മുട്ട പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതുപോലെ. കാൽ ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മുളക് പൊടിയും മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതുപോലെ. എന്നിട്ട് മുട്ട ഇതുപോലെ നല്ലതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. മുട്ടയ്ക്കകത്ത് നല്ല പ്രോട്ടീൻസാണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വെയിറ്റൊക്കെ കുറയ്ക്കേണ്ട സമയത്ത് ഈ മുട്ട പുഴുങ്ങി കഴിക്കുകയോ അതുപോലെ ഇതുപോലെ ബുർജിയായിട്ടുണ്ടാക്കി കഴിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി നല്ലതാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിളൂടെ ആകുമ്പോൾ നമ്മളൊരു മീൽ കഴിക്കുന്നതിന് ഈക്വലായിട്ട് തന്നെ തോന്നത്തുള്ളൂ. മുട്ട ഇതുപോലൊന്ന് ഡ്രൈ ആകുന്നിടം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. കണ്ടോ? ഇതുപോലൊന്ന് ഡ്രൈ ആകുന്നിടം വരെ നമ്മൾ അത് നല്ലതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഇനിയും നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പ് ഇടുന്നത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചാണ്. മുട്ട ബുർജിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ശരീരത്തിന് ഒത്തിരി ഗുണം ചെയ്യുന്നതാണ്. ഡൈജഷനെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ബ്ലഡ് ഷുഗറിനെ കുറയ്ക്കാനുള്ള കഴിവുണ്ട്. ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. എല്ലാം കൊണ്ടും നല്ലതാണ് മല്ലിയില. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാൻ സാധിക്കും. മുട്ട ബുർജിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. വെയിറ്റൊക്കെ കുറയ്ക്കേണ്ട സമയത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്ക്. നല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.